അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രിഡ്ജ് ടൂർ കാണാം. ഇതാണ് ഞാൻ വാൾപേപ്പർ ഒട്ടിച്ച് മിനുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഹിറ്റാച്ചിയുടെ ഒരു ആഷ് കളർ ഫ്രിഡ്ജ്. ഈ മുകളിലത്തെ നിലയിൽ ദോശമാവുണ്ട്, അപ്പത്തിന്റെ മാവുണ്ട്, ഇത് നഗറ്റ്സ്, മേളിലെ ഫ്രഞ്ച് ഫ്രൈസ്, ഒരു ട്രേ ഐസ്, താഴേന്ന് മേളിലോട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ സാമ്പാർ, കുറച്ച് തക്കാളിക്കറി, ഇത്തിരി കടലക്കറി. എനിക്ക് നല്ല മടിയുള്ള ദിവസങ്ങളിൽ എടുക്കാനായിട്ടാണ് ഞാൻ അത് ഫ്രോസൺ ആയിട്ട് സൂക്ഷിച്ചേക്കുന്നത്. കുക്കൂനും നിലൂനും ഇത് പാല് വെക്കുന്ന സ്ഥലം. നമുക്കിത് കൺവേർട്ടിബിൾ കമ്പാർട്ട്മെന്റ്. പൊട്ടിക്കാത്ത ഒരു പാക്കറ്റ് പാല്, ഉപയോഗിച്ചതിന്റെ ബാക്കി 2 പാക്കറ്റ് തേങ്ങാ മിഠായി, ബാക്കിലെ തൈര്, ഡേറ്റ്സ്, അങ്ങറ്റത്തായിട്ട് ബട്ടറിന്റെ ബോക്സും. ഇതിന് തൊട്ട് താഴത്തെ തട്ടിലായിട്ടാണ് ഞാൻ വെജിറ്റബിൾസ് സൂക്ഷിക്കാറുള്ളത്. ഈ സ്റ്റോറേജ് ബോക്സസ് ഏത് പാക്ക് ഓഫ് 9 ആയിട്ടോ അല്ലെങ്കിൽ പാക്ക് ഓഫ് 6 ആയിട്ടോ മേടിക്കാം. ഞങ്ങൾക്ക് ഇവിടെ യൂസിന് 6 എണ്ണമുള്ള സെറ്റ് ഇനഫാണ്. ആദ്യത്തെ ബോക്സിൽ ഒരു കുക്കുംബർ, കുറച്ച് അമരം പയറ്, കൊല ഒടിഞ്ഞു വീണ കുറച്ച് പച്ചക്കായ, ഇത്തിരി ബീൻസ്, കടയിൽ നിന്ന് മേടിച്ച പച്ചക്കറി കിറ്റിലെ പച്ചക്കായ, കുറച്ച് തക്കാളി. ഒന്നിനു മീതെ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് ആ ഒരു തട്ടിൽ ഫുള്ള് വെജിറ്റബിൾസ് ആയിരിക്കും. ഇവിടെയാണ് ഞാൻ ഫുഡ് ഐറ്റംസിന്റെ ബാക്കി വെക്കുന്നത്. ഇന്നലെ രാത്രി പുറത്തുനിന്ന് മേടിച്ച ഫുഡിന്റെ ബാക്കി പനീർ കറി, പിന്നെ എന്തോ ഒരു ഗ്രേവിയാണ് അതിൽ. പുറകില് ചിക്കൻ ലോലിപോപ്പ്, മയനൈസ്, പിന്നെ ആ മന്തിയുടെ കൂടെ കിട്ടുന്ന ടൊമാറ്റോ ചട്നി. ഒരു ബോക്സിൽ ഇത്തിരി പുളി ഇങ്ങനെ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കും, തൊട്ടടുത്ത ദിവസം എന്തിനെങ്കിലും പെട്ടെന്ന് എടുക്കാനായിട്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന് താഴെയായിട്ട് ഇന്നലെ വെച്ച തീയലിന്റെ ബാക്കിയാണ്. പഴംപൊരിക്ക് കലക്കിയ മാവിന്റെ ബാക്കിയാണ് ആ റെഡ് ബോക്സിൽ. ഇന്നും പഴംപൊരി ഉണ്ടാക്കാനുള്ളതാണല്ലോ. എപ്പോ അടുക്കളയിലോട്ട് കയറിയാലും ജോൺ ഖോന എടുത്തോണ്ട് പോകുന്ന പെട്ടിയാണ് ഈ പെട്ടി. കറിവേപ്പില, മല്ലിയില, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ക്ലീൻ ചെയ്ത ഇഞ്ചി, ചെറിയുള്ളി. ഇതിനകത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്ന ചെറിയ കപ്സ് ആണ്. ഇതും 6 എണ്ണത്തിൻ്റെതും കിട്ടും, 9 എണ്ണത്തിൻ്റെതും കിട്ടും. സൺഡേസിൽ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സാറ്റർഡേ വരെ എനിക്കിത് മതി ഒരാഴ്ചത്തെ പരിപാടികൾക്ക്. അതിന് തൊട്ട് താഴെയായിട്ട് കട്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന കുറച്ച് വാട്ടർമെലൻ, മേലെ കുറച്ച് പ്ലംസ്, പച്ചമുളക് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് കുറച്ച് ഞാൻ ഈ ഒരു ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് താഴെയായിട്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡി ബോക്സിലാണ് ഞാൻ പാക്കറ്റ് ചപ്പാത്തികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാം. അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന നല്ല അസൽ വെള്ള ശർക്കരയാണ് ഈ ഒരു കുപ്പിയിൽ. ഇത് കുറച്ച് വെട്ടുമലക്കറി. ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ, ക്ലീൻ ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഗ്രേസി വല്യമ്മ തന്നു വിടുന്ന നല്ല അസല് ഉണക്കമീൻ. ലൈഫിൽ ആദ്യമായിട്ട് 800 രൂപയുടെ ഒരു ചോപ്പർ മേടിച്ച് ഞാൻ അങ്ങ് തേഞ്ഞു. അത് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ ബോട്ടം പോർഷനാണ് ഞാൻ തേങ്ങ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കുപ്പി കാന്താരി മുളകും. ഡോറിന്റെ ടോപ്പ് ഫ്ലോറിലായിട്ട് എഗ്സ്, ഒരു സ്ലൈസ് ചീസ്, ഒരു ഡയറി മിൽക്കും. കാടമുട്ട ഇവിടെ വെച്ചാലും നേരെ താഴത്തേക്ക് പോകുന്നത് കൊണ്ട് ഒരു ചെറിയ ബോക്സിൽ. ഇത് നിലുമയുടെ മാംഗോ ജ്യൂസ്. അതിന്റെ അകത്ത് ബാക്കി 2 തുള്ളി ഉണ്ടെങ്കിലും അതങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കണം. ഇത് മിക്സഡ് ഫ്രൂട്ട് ജാം, ഹർഷീസിന്റെ സ്പ്രെഡ്, പൈനാപ്പിൾ ജാം, പീനട്ട് ബട്ടർ, ഇതും മിക്സഡ് ഫ്രൂട്ട് ജാം. അതിന്നലെ മമ്മി തന്നു വിട്ടതാ. ഇത് തീയലുണ്ടാക്കാനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ, ഇത്തിരി മാങ്ങാച്ചാറ്. നമ്മൾ ഈ ട്രിപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഇത്തിരി സോയാ സോസ്, ഹർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പ്, പിസ്സ പാസ്ത സോസ്, ഡേറ്റ്സും തേങ്ങാമിഠായും ക്രീം ചീസും ഒക്കെ ഞാൻ ഡിവേഴ്സ് ചെയ്യാത്ത എൻ്റെ മാമി എബ്രോഡ് നിന്ന് എനിക്ക് കൊണ്ടുവന്നതാണ്. ആൻഡ് ദിസ് ഇസ് ആ ക്യാൻഡി ബോക്സ്. മീൽ പ്ലാനർ ഫ്രിഡ്ജിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും പ്ലാനിങ് ഒക്കെ എൻ്റെ മൈൻഡിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.